ഹലോ ഗായ്സ്, നമ്മുടെ ഗാർഡൻ മേക്ക് ഓവർ പാർട്ട് 2 വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ, നമ്മൾ സൈഡ് വഴി വെച്ച ഗാർഡൻ ബെഡിലെല്ലാം ഗാർഡൻ സോയിലൊക്കെ ഇറക്കി നമ്മൾ പുല്ലെല്ലാം വിരിക്കുന്ന ഒരു പ്രോസസ്സാണ് കേട്ടോ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പം മെയിനായിട്ട് നമ്മൾ നിങ്ങൾക്കുള്ളൊരു ടിപ്പ്, നമ്മളൊരു ചെറിയ പ്ലാനിങ് ആദ്യം ചെയ്യുക. അപ്പോൾ ഞങ്ങൾ ബാക്കിലും ഫ്രണ്ടിൽ വീതി കുറഞ്ഞ ഗാർഡൻ ബെഡ് വെച്ചു, ബാക്കിൽ കുറച്ച് വീതി കൂടി ഗാർഡൻ ബെഡ്സ് വെച്ചു, റേസ്ഡായിട്ട് വെച്ചു. അപ്പോൾ അത് കുറച്ചുകൂടി ഒരു ഭംഗി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ റേസ്ഡായിട്ട് വെച്ചത്. അപ്പം അങ്ങനെ വെച്ച് ഫുള്ള് പുല്ലൊക്കെ വിരിച്ച് വന്നപ്പോഴത്തേക്കും നല്ലൊരു ഭംഗിയായിട്ട് എനിക്ക് തോന്നി കേട്ടോ. അപ്പം നിങ്ങൾക്കുള്ളൊരു ടിപ്പെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞങ്ങൾ ഫുള്ളൊരു കോട്ട് മൊത്തം ഒരാളെ കൊണ്ട് ചെയ്യിപ്പിക്കാനായിട്ട് കോട്ട് എടുത്തപ്പോൾ ഭയങ്കര എക്സ്പെൻസീവ് ആയിരുന്നു. അപ്പം ഞങ്ങൾ ഇങ്ങനെ ചെറിയ സബ് കോൺട്രാക്റ്റ് കൊടുക്കുകയാണ് ചെയ്തത്. അപ്പം മണ്ണിടാനായിട്ട് ഒരാളല്ലേ, പുല്ലിടാൻ ഒരാൾ, ഗാർഡൻ ബെഡിന് വേറൊരാൾ, അങ്ങനെ. അപ്പോൾ അത് ഇച്ചിരി ഒരു ടൈം ടേക്കിംഗ് പ്രോസസ്സാണ്. അപ്പോൾ നമ്മളിങ്ങനെ കുറച്ച് റിഗറസ് ആയിട്ട് സെർച്ച് ചെയ്യണം. എന്നാൽ പോലും നമുക്ക് കുറച്ചുകൂടെ നല്ല ചീപ്പോ നല്ല ലോ കോസ്റ്റിൽ നമുക്ക് ഒരു ഗാർഡനൊക്കെ സെറ്റ് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. ഇപ്പോൾ ഓസ്ട്രേലിയയിലുള്ള ഫ്രണ്ട്സിന് വേണ്ടിയിട്ടാണ് ഞാനത് സജസ്റ്റ് ചെയ്യുന്നത്. പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞങ്ങളൂടെ അതിൽ ആക്റ്റീവായിട്ട് കുറേ കാര്യങ്ങളൊക്കെ ഇപ്പം ഇടയ്ക്കുള്ളൊരു ഗ്യാപ്പ് ഫില്ല് ചെയ്യാനോ അങ്ങനത്തെ കുറേ കാര്യങ്ങൾ, പിന്നെ ഫ്രണ്ട് യാർഡിലേക്കുള്ള ലാൻഡ്സ്കേപ്പിങ്ങിൻ്റെ ഐഡിയ ഒക്കെ ഞങ്ങൾ തന്നെ ആലോചിച്ച് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് ഓർത്ത് അങ്ങനെയാണ് നമ്മൾ കുറേയൊക്കെ ചെയ്തത്. അപ്പം ഇയാൾ ബാക്കിൽ ഇത് ചെയ്യുന്ന സമയത്ത് നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ, ഫ്രണ്ടിൽ ഇങ്ങനെ ഒരു ചെറിയൊരു അതിരൊക്കെ തിരിച്ച് ഒരു എന്തെങ്കിലും ഒരു സെപ്പറേഷനൊക്കെ ഉണ്ടെങ്കിൽ ഒരു ഭംഗിയുള്ളൂ. അപ്പോൾ ഞങ്ങൾ കുറച്ച് അളവൊക്കെ എടുത്തു. പിന്നെ ഇവിടെ അടുത്തൊരു കടയുണ്ട്, സെപ്പാൾ എന്നാണ് എൻ്റെ പേര് കേട്ടോ. അവിടെ ഈ കല്ലും മണ്ണും അങ്ങനത്തെ സംഭവങ്ങളെല്ലാം കിട്ടും. അവിടെ പോയി ഞങ്ങൾ എന്തൊക്കെ ഓപ്ഷൻസൊക്കെ നോക്കി, കല്ലുകൾ അപ്പോൾ എന്താ ഇടാൻ പറ്റുന്നത്, അങ്ങനെ ഒരു പ്ലാൻ നമ്മൾ ഉണ്ടാക്കി. എന്നിട്ട് എല്ലാ വീടിനും എന്തെങ്കിലുമൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും, ഭംഗിയാക്കാൻ പറ്റും. നമ്മളന്ന് കുറേ ഒന്ന് ആലോചിച്ച് കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് ചെയ്യാൻ പറ്റും. അപ്പം അതെല്ലാം പോയി ഞങ്ങളൊന്ന് ജസ്റ്റ് ഇങ്ങനെ സൈഡ് ഇങ്ങനെ കല്ല് വെച്ച് അതിര് തിരിച്ചൊരു ഫ്രണ്ടിലൊരു വോക്ക് വേ പോലെയൊക്കെ വെക്കാമെന്നാണ് വിചാരിച്ചേക്കുന്നത്. അപ്പം അതെല്ലാം നമ്മൾ വാങ്ങിക്കൊണ്ട് വന്നു. അതിന് ശേഷം ഇതെല്ലാം പോയിട്ട് ഇനിയിപ്പം നമ്മൾ സിമെൻറ്റ് വെച്ച്, ഇത് റെഡി മിക്സ് കോൺക്രീറ്റ് മിക്സ് കേട്ടോ, അത് വെച്ചിട്ട് അതിൻ്റെ മേളിൽ കൂടെ കട്ട് വെക്കുകയാണെങ്കിൽ കുറച്ചുകൂടി ഒരു ഉറപ്പ് കിട്ടും എന്ന് വിചാരിച്ചിട്ടാണ്. പക്ഷേ അതിന് വലിയ ഉറപ്പൊന്നും കിട്ടിയില്ല കേട്ടോ. പക്ഷേ എന്നാലും നമ്മൾ അങ്ങ് വെച്ചു. ഇനി എന്താണ് നമുക്ക് നോക്കാം എന്നുള്ള രീതിയിൽ. ഇതെല്ലാം ഒരു ട്രയൽ ആൻഡ് എറർ ആണല്ലോ അല്ലേ. അപ്പം ഞങ്ങൾ രണ്ടുപേരും കൂടെ അത് ഇപ്പം മെഷറൊക്കെ ചെയ്ത് ഇപ്പം അതങ്ങനെ വെച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്രോസസ്സാണ് കേട്ടോ കാണുന്നത്. സത്യം പറഞ്ഞാൽ നല്ലൊരു ഫൺ പ്രോസസ്സാണ്. ഞങ്ങൾ നന്നായിട്ട് എൻജോയ് ചെയ്തു. കാരണം നമ്മളൊരു കുഞ്ഞു കാര്യമാണെങ്കിലും നമ്മുടെ വീട്ടിലേക്ക് ചെയ്തിട്ട് അതിൻ്റെ ഒരു റിസൾട്ട് കാണുമ്പോൾ അതിനുള്ളൊരു സന്തോഷവും ഒരു എന്നാ പറയുന്ന ഒരു അഭിമാനമൊക്കെ വേറെയാണല്ലോ. ഇതിൻ്റെ ഇടയ്ക്ക് ഞങ്ങൾ തമ്മിൽ ആശയപരമായ കുറച്ച് അത് ചെയ്യാന്നൊക്കെ പറഞ്ഞുള്ള ചെറിയ കുഞ്ഞു എന്താ പറയുന്ന വഴക്കുകളും ഒക്കെ എല്ലാം ഭയങ്കര നല്ല മെമ്മറീസാണ്. അതിൻ്റെ ഇടയിൽ മമ്മി നമ്മൾ അടുത്ത വീട്ടിൽ നമ്മുടെ ഫ്രണ്ട്സിൻ്റെ വീട്ടിൽ പോയി കുറേ കപ്പക്കോലും അത് കുറേ ചെടിയുടെ വിത്തുകളും ഒക്കെ ഉണ്ടായിരുന്നു. ഞങ്ങൾക്ക് പഴയ വിത്തുകളൊക്കെ ഇരിപ്പുണ്ടായിരുന്നു, അതെല്ലാം നടന്നു. പിന്നെ ഞാൻ ഫ്രണ്ട് യാർഡിലെ മണ്ണെല്ലാം നേരെയാക്കി അതിൽ ഞങ്ങൾ മേടിച്ചുകൊണ്ട് വന്ന കുറച്ച് ബണ്ണിങ്സ് എന്ന് പറഞ്ഞ ഇവിടെ ഒരു കടയുണ്ട്, അവിടുന്ന് കുറച്ച് റെഡിമെയ്ഡ് പ്ലാന്റ്സ് ഒക്കെ വെച്ച് പെട്ടെന്നൊരു ലുക്ക് കിട്ടാൻ വേണ്ടിയിട്ട്. പിന്നെ കുട്ടിപ്പട്ടാളംസും നമ്മളെ നല്ല ആക്റ്റീവായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് ഈ കല്ലൊക്കെ വെക്കാനും. അവർ നന്നായിട്ട് എൻജോയ് ചെയ്തു. പിന്നെ ഫ്രണ്ടിൽ നമ്മൾ കുറച്ച് ചെടികളൊക്കെ വെച്ചു. അപ്പോൾ ഇതാണ് നമ്മുടെ ഫ്രണ്ട് ഗാർഡൻ്റെ ഒരു ഇതുവരെയുള്ള ലുക്ക്. സോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. മറ്റൊരു വീഡിയോയുമായി കാണും വരെ ബൈ.